48 വർഷമായി തവനൂരിന്റെ കലാ സാംസ്കാരിക കായിക സാമൂഹ്യ രംഗങ്ങളിൽ സജീവമായ വന്ദന ക്ലബിനായി നിർമ്മിച്ച ആസ്ഥാന മന്ദിരം നാടിന് സമർപ്പിച്ചു. MLA KT ജലീൽ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തു. തവനൂരിലെ ജനകീയ സാമൂഹ്യ പ്രവർത്തകനായ VMC നമ്പൂതിരിയുടെ സ്മാരകം കൂടിയായാണ് ആസ്ഥാന മന്ദിരം അറിയപ്പെടുക. 48 വർഷത്തോളമായി വാടക കെട്ടിടങ്ങളിലായി പ്രവർത്തിച്ചു വന്നിരുന്ന വന്ദന ക്ലബ്ബ് പരിമിതികൾക്കിടയിലും തവനൂരിൻ്റെ കലാകായിക സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് ശക്തമായ ഇടപെടലുകളാണ് നടത്തിയത്. ക്ലബ്ബ് പ്രസിഡന്റ് ശശിധരൻ ചടങ്ങിൽ അധ്യക്ഷനായി. സെക്രട്ടറി AP സുബ്രു റിപ്പോർട്ട് അവതരിപ്പിച്ചു. സിനിമാ നടൻ രാമു വിശിഷ്ടാതിഥിയുമായി. പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 19ഓളം പേരെ ചടങ്ങിൽ വെച്ച് അനുമോദിക്കുകയും ചെയ്തു. തവനൂർ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ TV ശിവദാസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിഷ മോഹൻ, പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷീജ കൂട്ടാക്കിൽ, P ജ്യോതി, KP വേണു, VR മോഹനൻ നായർ, K ഷാഫി, KU ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ട്രഷറർ PP മോഹനൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി AP മണികണ്ഠൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ മാർച്ച് 28 മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ. എടപ്പാൾ ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽ സൂ, മെറൈൻ മിറാക്കിൾസ് എക്സ്പോ, കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്കം, ഗ്ലാസ് അക്വേറിയം, ആഴക്കടലിലൂടെയുള്ള ഫിലിപ്പൈൻ സുന്ദരിമാരുടെ വിസ്മയ പ്രകടനങ്ങൾ, സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ സഞ്ചരിക്കുന്ന അത്യപൂർവ അനുഭവം, ലോകത്തിലെ തന്നെ വ്യത്യസ്ത ഇനം മത്സ്യങ്ങളായ ആരാപ്പൈമ, വെട്ടയിൽ കാറ്റ്ഫിഷ്, പിരാന, സ്റ്റാർഫിഷ് തുടങ്ങി 500-ലധികം വ്യത്യസ്ത ഇനം മത്സ്യങ്ങളാണ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയുടെ പ്രത്യേകത. കൂടാതെ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന കാശ്മീർ മഞ്ഞുമലയിലെ അത്യപൂർവ കാഴ്ചകളും വെള്ളച്ചാട്ടവും, വിവിധ തരത്തിലുള്ള ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക്, കൺസ്യൂമർ സ്റ്റാളുകൾ, ഫുഡ് കോർട്ടുകൾ, മുതിർന്നവർക്കും കുട്ടികൾക്കും ആർത്തുല്ലസിക്കാവുന്ന വ്യത്യസ്ത തരം റൈഡുകൾ. മാർച്ച് 28 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ. മറൈൻ മിറാക്കിൾസ് എക്സ്പോ, സഫാരി ഗ്രൗണ്ട്, എടപ്പാൾ.